നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ പുതിയ ടിപ്സ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഈ ഇതിൻ്റെ നല്ലത് കമ്പനി ഏതാണെന്ന് ചോദിച്ചു, ഈ മൈലാഞ്ചി പൊടിയൊക്കെ കിട്ടാനായിട്ട് കേട്ടോ, നിലംപരിയത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. ഇനി ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അടുത്തുള്ള ഹെർബൽസ് ഒക്കെ വിൽക്കുന്ന കടകളുണ്ടാകും. അവിടെ നോക്കിയിട്ട് എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വേണം കേട്ടോ മേടിക്കാൻ. കാരണം ഇൻഡിഗോ പൗഡറൊക്കെ പഴകിയിട്ടുണ്ടെങ്കിൽ അത് ചൊറിച്ചിലുണ്ടാക്കും മുടിയിൽ കേട്ടോ. ചിലവർക്ക് അലർജി ആയിട്ട് വരും. അപ്പോൾ അധികം പഴകാത്തത് എടുക്കണം കേട്ടോ. അതല്ല അതിൻ്റെ കളറ് പച്ച കളറായിരിക്കണം. ചിലത് പഴകി കഴിഞ്ഞാൽ ഗ്രേ കളറായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ. പിന്നെ ഈ ഡൈ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം. അവർക്ക് മെയിൻ അവർക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഡൈ. കെമിക്കൽ ഡൈ ചെയ്ത് കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇപ്പോൾ ചെയ്യുന്നവർക്കും അത് നിർത്തിയിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. അവരെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ വൈറ്റ് മുടിയിൽ ഈ ഫസ്റ്റ് പാക്ക് തേക്കുമ്പോൾ ആ വൈറ്റ് മുടി ബ്രൗൺ ആവും. അത് കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് സെക്കൻഡ് പാക്ക് തേക്കുമ്പോൾ ആ ബ്രൗണിൽ നമ്മുടെ വയലറ്റ് ആയ ഇൻഡിഗോ പൗഡർ തേക്കുമ്പോൾ ബ്ലാക്ക് ആവും. അതാണ് അതിൻ്റെ മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കെമിക്കൽ ഡൈ ഉപയോഗിച്ചിരുന്നതാണ്. മുഴുവനായിട്ട് ഇല്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് നിറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇത് ഉപയോഗിച്ച പിന്നെ നല്ല മാറ്റമുണ്ട് കേട്ടോ. അറിയേയില്ല, ഇത് നമ്മളെ മുടിയുടെ നാച്ചുറലായിട്ടുള്ള ബ്ലാക്ക് കളറും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് ആയവർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. നല്ല റിസൾട്ടാണ്. ഞാൻ അവരെ മെയിൻ നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് മുടിക്കും നല്ലതാണ്. നല്ല റിസൾട്ടാണ് കേട്ടോ, നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആ ഡൈ എല്ലാം ഉപേക്ഷിക്കണം. കെമിക്കൽ ഡൈ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ചേച്ചിക്കുട്ടി എന്നുള്ള വിളിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. വളരെ സന്തോഷമുണ്ട് ഓരോ വിളി കേട്ടോ. അത് പറയാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന ഈ സ്നേഹം, സഹകരണം, ഇതിനെല്ലാം ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കേട്ടോ. ഈ നമ്മൾ മുടി സ്ട്രെയിറ്റൻ ചെയ്തു കേളിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കെമിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ മെയിൻ അവർക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടിപ്സ് കേട്ടോ. അല്ലാതെ ഉള്ളവർക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മുടി നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള, അവർക്കും പിന്നെ നമ്മളെ പോലെയുള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ 2 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഒന്ന് നമ്മുടെ കറ്റാർവാഴയാണ് കേട്ടോ. കറ്റാർവാഴ തൊലി, അകത്തെ തൊലി കളഞ്ഞിട്ട് ജെല്ല് കാണാൻ പറ്റുന്നില്ലേ, ഇതാണ് കേട്ടോ കറ്റാർവാഴ. സെക്കൻഡ് നമ്മുടെ ഒലിവ് ഓയിലാണ് കേട്ടോ, ഒലിവ് ഓയിൽ. അപ്പോൾ ഈ ഒലിവ് ഓയിലും ജെല്ലും കൂടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 തരത്തിൽ ഉപയോഗിക്കാം. ഒന്നില്ലെങ്കിൽ ഈ കറ്റാർവാഴയിൽ നിന്ന് ജെല്ല് വേർപെടുത്തിയെടുക്കാം, എന്നിട്ട് അതിൽ ഒലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ജെല്ല് വേർതിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ വേറെ രീതി കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ഒലിവ് ഓയിൽ എടുക്കാം, എന്നിട്ട് നമ്മുടെ കണ്ടോ ഈ അലോവേര കണ്ടോ, അപ്പോൾ ഇത് ഈ ഓയിലിൽ മുക്കാം. മുക്കിയിട്ട് നമ്മുടെ തലോട് മുതൽ മുടിയുടെ അറ്റം വരെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഒലിവ് ഓയിലൊക്കെ നല്ല റിസൾട്ടാണ് മുടിക്കാണെങ്കിൽ നല്ല ഷൈനിങ് ഉണ്ടാവും. തലോട്ടിലാണെങ്കിൽ ഡാമേജ് സ്കാൽപ്പിനൊക്കെ മാറ്റി നല്ല സ്ട്രോങ് ആക്കി തരും, ഹെൽത്തി സ്കാൽപ്പാക്കി തരും. അപ്പോൾ നമ്മൾ ഈ ഹെൽത്തി സ്കാൽപ്പിലാണല്ലോ മുടി വളരാൻ എളുപ്പം. അപ്പോൾ ഡാമേജ് എല്ലാം നമുക്ക് ഡാമേജ് സെൽസിനെ മാറ്റും. അപ്പോൾ ഫോളിക്കിൾസിനെയൊക്കെ, അതോടുകൂടി ഫോളിക്കിൾസ് എല്ലാം റൂട്ടാണ് കേട്ടോ, ഹെയർ റൂട്ടാണ് ഈ ഫോളിക്കിൾസ് എന്ന് പറയുന്നത്, അതിന് വികസിക്കും. അപ്പോൾ നല്ല ഹെൽത്തി ഹെയർ ഉണ്ടാകും കേട്ടോ.
അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് അറ്റം വരെ, മുടിയുടെ അറ്റം വരെ തേച്ച് കൊടുക്കുക. നല്ല ഷൈനിങ് ആയിരിക്കും, നന്നായിട്ട് മുടി വളരും. നിങ്ങൾ കണ്ടോ മുടി കണ്ടോ? ഇത് ഞാൻ ആയുർവേദം പൊടികളും അതുപോലെയുള്ള ഈ ഞാൻ പരിചയപ്പെടുത്തുന്ന ഓയിലുകളും മാത്രമേ തേക്കുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും തേക്കുന്നില്ല. അതുപോലെ ജെല്ലുകളും ആയുർവേദ പൊടികളും അതുപോലെ ഞാൻ പരിചയപ്പെടുത്തി തരുന്ന എണ്ണകൾ, ഓയിൽ, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല മുടി കാണാൻ തന്നെ ഭംഗിയായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. മുടി പോകില്ല കേട്ടോ, നഷ്ടപ്പെട്ടു പോകില്ല, ഹെയർ ലോസ് ഉണ്ടാവില്ല കേട്ടോ. ഹെയർ ഫോള് വേറെ, ഹെയർ ലോസ് വേറെ. ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുടി പൊയ്ക്കൊണ്ടിരിക്കുക, പകരം വരും. ഹെയർ ലോസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റീസൺ കൊണ്ടിട്ട് നഷ്ടപ്പെടാം. ആ നഷ്ടപ്പെട്ടത് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ പാക്ക്, ഹെയർ ഡൈയുടെ പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ നിരന്തരം ഇതുപോലെ ആഴ്ചയിലിട്ട് പിന്നെ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഈ ഹെയർ ഡൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും സമയത്ത് നമുക്ക് ഒരു പാക്കിൽ നമുക്ക് നിർത്താൻ പറ്റും. അത് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ചിലപ്പോൾ ഫസ്റ്റ് പാക്കിൽ നിങ്ങൾക്കത് നിർത്താൻ പറ്റും, ചിലപ്പോൾ സെക്കൻഡ് പാക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ മുടിയുടെ കളറിങ്ങിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ പരട്ടുമ്പോൾ പാക്ക് നമ്പർ ഒരെണ്ണം പരട്ടുള്ളൂ, ചിലപ്പോൾ രണ്ടും പരട്ടും, ചിലപ്പോൾ സെക്കൻഡ് പരട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയും മാറ്റി ഇത് നല്ല റിസൾട്ടാണ്. അപ്പോൾ മുടി നരച്ചവരും കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവരും തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് തുടങ്ങും കേട്ടോ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, നല്ല നാച്ചുറലായിട്ടുള്ള ബ്ലാക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഇത് നല്ല അനുഭവം കൊണ്ടിട്ട് പറയുന്നതാണ് കേട്ടോ, അനുഭവമാണ്. മുടിക്ക് യാതൊരു കേടും ഉണ്ടാവില്ല കേട്ടോ. നല്ല നല്ല നാച്ചുറലായിട്ടുള്ള ബ്ലാക്ക് കിട്ടും. അപ്പോൾ അത് ഉപയോഗിക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർ ചോദിച്ചു എന്താണ് അവർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇങ്ങനെ ഈ ഒലിവ് ഓയിൽ മുക്കിയിട്ടുള്ള അലോവേര അല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കൊടുക്കണം കേട്ടോ, ഇതിന്ന് ജെല്ല് പുറത്ത് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നോക്കാം.
അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതല്ല ഈവനിങ് ടൈമിൽ ഇത് പുരട്ടി ഉണങ്ങിയിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ കഴുകിക്കളയാം കേട്ടോ. അത് നേരത്തെ പറയാറുള്ള പോലെ നീർപ്പിടുത്തമൊന്നും ഇല്ലാത്തവർക്ക് ആണ് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം കഴുകിക്കളയാം കേട്ടോ. ഉണങ്ങി കഴിയുമ്പോൾ കെട്ടി വെച്ചാൽ മതി. ഇത് 2 തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ വാഷ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വാഷ് ചെയ്യാം കേട്ടോ. ഓവർനൈറ്റ് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ. കുഴപ്പമൊന്നും ഇല്ലാത്തവർക്കാണ് കേട്ടോ. നീർപ്പിടുത്തം അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് ഓവർനൈറ്റ് വെക്കാം. എന്നിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ തലോട്ടിലും അതുപോലെ തലമുടിയിലൊക്കെ തേച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ജെല്ലെടുക്കണമെങ്കിൽ ജെല്ലെടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ജെല്ലെടുത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഏതാണോ എളുപ്പം അങ്ങനെ ചെയ്യാം കേട്ടോ. മുടിക്ക് നല്ലതാണ് കേട്ടോ. ഒലിവ് ഓയിലിൻ്റെ ഗുണം അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ മുടിക്ക് വളർച്ച ഉണ്ടാവാനും അതുപോലെ സ്കാൽപ്പിനെ ഹെൽത്തി ആക്കാനും പിന്നെ ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട് കേട്ടോ. വിറ്റാമിൻ ഇ ഉണ്ട്, ഡാമേജ് സെൽസിനെയൊക്കെ മാറ്റും. അപ്പോൾ നിങ്ങളിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കറ്റാർവാഴയുടെയും ഗുണങ്ങൾ അറിയാമല്ലോ, അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം അപ്ലൈ ചെയ്യണം കേട്ടോ. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞവർക്ക്, മുടി വളരാതെ ഇരിക്കുന്നവർക്ക്, മുടിയുടെ വളർച്ച നിന്ന് പോയവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ആഴ്ചയിൽ നിങ്ങൾ 2 തവണ ഇത് യൂസ് ചെയ്യണം. ഇതുപോലെ ഒലിവ് ഓയിൽ പ്ലസ് അലോവേര ജെൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്തോറും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ മുടി തിരിച്ചു വരുന്നതാണ് കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞ ജ്യൂസുകളും കഴിച്ചോളൂ കേട്ടോ. ക്യാരറ്റ് ജ്യൂസ്, ബീറ്റ്റൂട്ട് ജ്യൂസ്, ഇതെല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ അകത്തേക്കും കൂടിയുള്ള ഒരു പ്രോട്ടീനും വിറ്റാമിനും ഒക്കെ നമുക്ക് കിട്ടും, മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതുപോലെ എല്ലാവരും അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ല വരട്ടെ.